ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അതിർത്തികളെ പറ്റിയാണ്. ഇന്ത്യ അതിർത്തിയും അയൽ രാജ്യങ്ങളും എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. വിശദമായി നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,706.7 കിലോമീറ്റർ ആണ്. 15,706.7 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. ഇത് റൗണ്ട് ചെയ്ത് പലപ്പോഴും 15,200 കിലോമീറ്റർ 15,200 കിലോമീറ്റർ എന്ന് പറയാറുണ്ട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 9 ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 9 ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 രാജ്യങ്ങളാണ്. ഇനി ഇന്ത്യയുമായി ഏതെല്ലാം രാജ്യങ്ങൾക്കാണ് കര അതിർത്തി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമർ, ബംഗ്ലാദേശ് തുടങ്ങിയ 7 രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുമായി കര അതിർത്തിയുള്ളത്. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം 7 രാജ്യങ്ങളാണ്. ഇനിയും ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണവും 7 തന്നെയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണവും 7 തന്നെയാണ്. ആദ്യത്തെ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. രണ്ടാമത്തെ രാജ്യമാണ് മാലദ്വീപ് അല്ലെങ്കിൽ മാലദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യം. മൂന്നാമത്തെ രാജ്യം പാകിസ്ഥാനാണ്. നാലാമത്തെ രാജ്യം ബംഗ്ലാദേശ് ആണ്. അഞ്ചാമത്തെ രാജ്യം മ്യാൻമർ ആണ്. ആറാമത്തെ രാജ്യം ഇന്തോനേഷ്യ ആണ്. ഏഴാമത്തെ രാജ്യം എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ്. തായ്ലാന്റ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടും ഇന്തോനേഷ്യ ഈ ഒരു ഭാഗത്തായിട്ടുമാണ് വരുന്നത്. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം എന്ന് പറയുന്നത്. ഇനിയും ഇന്തോനേഷ്യയുടെയും തായ്ലൻഡിന്റെയും കാര്യം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായിട്ടാണ് അവയ്ക്ക് സമുദ്ര അതിർത്തി ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ കരഭാഗത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രദേശങ്ങൾ വരെ ആ രാജ്യത്തിന്റെ അതിർത്തിയായിട്ട് പരിഗണിക്കാമെന്ന്. അങ്ങനെയാണ് ഇന്തോനേഷ്യയുമായിട്ടും തായ്ലൻഡുമായിട്ടും നമുക്ക് അതിർത്തി ഉള്ളത്. ഇനിയും ഇന്ത്യയുമായി ഒരേ സമയം കര അതിർത്തിയും സമുദ്ര അതിർത്തിയും പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളുമാണ്. ഇന്ത്യയുമായി ഒരേ സമയം തന്നെ കര അതിർത്തിയും സമുദ്ര അതിർത്തിയും പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇവിടുത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വരുന്നുണ്ട്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം വരുന്നുണ്ട്, മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം വരുന്നുണ്ട്. ഈ 3 രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തിയുമുണ്ട്, കര അതിർത്തിയുമുണ്ട്. ഇനിയും ഇന്ത്യയുമായി സമുദ്ര അതിർത്തി മാത്രം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി മാത്രം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലദ്വീപ്, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി മാത്രം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലദ്വീപ്, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ. എന്നാൽ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, SSCRT ടെക്സ്റ്റ് ബുക്കില് മാലദ്വീപ്സിന്റെയും ശ്രീലങ്കയുടെയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിനാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ 2 രാജ്യങ്ങളുടെ കാര്യം മാത്രമായിരിക്കും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഔദ്യോഗികപരമായിട്ടുള്ള ഇന്ത്യയുടെ രേഖകളിലെല്ലാം തന്നെ ഇന്തോനേഷ്യയെ പറ്റിയും തായ്ലൻഡിനെ പറ്റിയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ ആണ്. 7,516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയുന്നത്. ആ സമുദ്ര അതിർത്തി നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് ചുറ്റുമുള്ള ഭാഗവും ഇവിടുത്തെ ലക്ഷദ്വീപിന് ചുറ്റുമുള്ള ഭാഗം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ്. ഇന്ത്യയുടെ മെയിൻ ലാൻഡിന്റെ അതായത് ഇവിടെ ഇന്ത്യൻ ഉപദ്വീപിന്റെ മാത്രമാണ് സമുദ്ര അതിർത്തിയെങ്കിൽ അത് 6,100 കിലോമീറ്റർ ആണ്. അത് 6,100 കിലോമീറ്റർ ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നമ്മളത് പറഞ്ഞു. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി 7 രാജ്യങ്ങളാണ് കര അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളും 7 തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇന്തോനേഷ്യയും തായ്ലൻഡും ഉണ്ട്. എന്നാൽ SSCRT ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അത് ഉൾക്കൊള്ളിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് പറഞ്ഞു പോകുന്നില്ല. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് 4,096.7 കിലോമീറ്റർ.
ഈ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇവിടെയാണ്. ഇന്ത്യയുമായി ഏകദേശം 4096.7 കിലോമീറ്റർ ദൂരമാണ് ബംഗ്ലാദേശിന് അതിർത്തിയുള്ളത്. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. ചൈനയ്ക്ക് 3488 കിലോമീറ്റർ അതിർത്തി ഇന്ത്യയുമായിട്ടുണ്ട്. ചൈന എന്ന് പറയുന്ന രാജ്യം ഇവിടെയായിട്ടാണ്. ചൈനയുടെ ഭൂപ്രദേശമായിട്ടുള്ള ടിബറ്റ് എല്ലാം അവിടെ വരുന്നുണ്ട്. ഇനി ചൈന കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് 3323 കിലോമീറ്റർ ആണ് നമുക്ക് അതിർത്തിയുള്ളത്. ഇവിടെ മുതലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ആരംഭിക്കുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത് 3323 കിലോമീറ്റർ ആണ്. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളുമായി 1751 കിലോമീറ്റർ ആണ് അതിർത്തിയുള്ളത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി എന്ന് പറയുന്നത് 1751 കിലോമീറ്റർ ആണ്. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യമാണ് നിങ്ങൾ ഈ കാണുന്ന രാജ്യം എന്ന് പറയുന്നത്. നേപ്പാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി അതിർത്തിയുള്ള രാജ്യം മ്യാൻമർ എന്ന് പറയുന്ന രാജ്യമാണ്. ഇവിടെയാണ് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ മ്യാൻമർ അതിർത്തി ദൂരമാണ് 1643 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1643 കിലോമീറ്റർ ആണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തിയാണ് 699 കിലോമീറ്റർ ആണ്. 699 കിലോമീറ്റർ ആണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഇവിടെയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് അതിർത്തി മാത്രമേ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളൂ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് 106 കിലോമീറ്റർ എന്ന് പറയുന്നത്. 106 കിലോമീറ്റർ ആണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്, 4096 കിലോമീറ്റർ. ഇന്ത്യ ചൈന അതിർത്തി 3488 കിലോമീറ്റർ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി 3323 കിലോമീറ്റർ ആണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തി 1751 കിലോമീറ്റർ ആണ്. ഇന്ത്യ മ്യാൻമർ അതിർത്തി 1643 കിലോമീറ്റർ ആണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി 699 കിലോമീറ്റർ ആണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി 106 കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലദ്വീപ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലദ്വീപ് അല്ലെങ്കിൽ മാലദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലദ്വീപ് എന്ന് പറയുന്നത്. ഇനിയും ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. എന്നാൽ ചൈനയുമായിട്ടല്ല ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത്. 2500 കിലോമീറ്ററിലധികം ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ഈ ഒരു ഭാഗത്ത് അതിർത്തിയുണ്ട്. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത് 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത് 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയിന്റുകൾ ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണെങ്കിൽ മാലദ്വീപ്സ് ആണ്. ഇനിയും ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? അതിന്റെ ആൻസർ മാലദ്വീപ്സ് അല്ല. കാരണം മാലദ്വീപ്സുമായിട്ട് നമുക്ക് കര അതിർത്തിയില്ല, സമുദ്ര അതിർത്തി മാത്രമേ ഉള്ളൂ. ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. എന്നാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തിയുള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യക്ക് ഏറ്റവും കുറവ് അതിർത്തിയുള്ളത് രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ശ്രദ്ധിക്കണം.
മൂന്ന് രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നേപ്പാള്, ഭൂട്ടാൻ. ഇതാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം, ഇതാണ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളുടെ മൂന്ന് വശവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇന്ത്യയാൽ ചുറ്റപ്പെട്ടത്, മൂന്ന് വശങ്ങളും ഇന്ത്യയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളാണ് നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ. ഇനിയും ആ ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ പേരാണ് ത്രിപുര എന്ന് പറയുന്നത്. മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം, മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ ത്രിപുരയാണ്. മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. ഇനിയും അതിർത്തികളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോവാം. അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ആണ്. 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും. ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഈ ജമ്മു കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ആ 16 സംസ്ഥാനങ്ങൾ കൃത്യമായി നോക്കി വെക്കുക. 1 ഗുജറാത്ത് ആണ്, 2 രാജസ്ഥാനാണ്, 3 പഞ്ചാബ് ആണ്, 4 ഹിമാചൽ പ്രദേശ് ആണ്, 5 ഉത്തരാഖണ്ഡ് ആണ്, 6 ഉത്തർപ്രദേശ് ആണ്, 7 ബീഹാർ ആണ്, 8 വെസ്റ്റ് ബംഗാൾ ആണ്, 9 സിക്കിം ആണ്, 10 അരുണാചൽ പ്രദേശ് ആണ്, 11 ആസാം ആണ്, 12 നാഗാലാൻഡ്, 13 മണിപ്പൂര്, 14 മിസോറാം, 15 ത്രിപുര, 16 മേഘാലയ. ഈ 16 സംസ്ഥാനങ്ങൾക്ക് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 16 സംസ്ഥാനങ്ങൾ. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്ന രാജസ്ഥാൻ തന്നെയാണ്. രാജസ്ഥാൻ ആരുമായിട്ട് അതിർത്തിയുണ്ട്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഗോവയ്ക്ക് അന്താരാഷ്ട്ര അതിർത്തി ഒന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. സിക്കിമിന് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്, ഭൂട്ടാനുമായിട്ട് അതിർത്തിയുണ്ട്, ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ദൂരമുള്ള അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിർത്തികളുമായി ബന്ധപ്പെട്ട ഓർത്തുവെക്കുക. 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. അതോടൊപ്പം തന്നെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക്, ലഡാക്ക്, ജമ്മു കാശ്മീർ തുടങ്ങിയ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ചില അതിർത്തി രേഖകളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് പാകിസ്ഥാനുമായിട്ട് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനെ തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് ഡ്യൂറന്റ് ലൈന്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് ഡ്യൂറന്റ് ലൈന്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയുടെ പേരാണ് മക്മഹോൺ ലൈന്. മക്മോഹൻ എന്നും പറയും, അല്ലെങ്കിൽ മക്മഹോൺ ലൈൻ ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇനിയുള്ള രാജ്യം നേപ്പാളാണ്. ഇന്ത്യയും നേപ്പാളിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര അതിർത്തിയൊന്നുമില്ല. നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമാണ്. അവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പർവ്വത നിര സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹിമാചലിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള പർവ്വത നിര, അതിനെ വിളിക്കുന്ന പേരാണ് മഹാഭാരത പർവ്വത നിരകൾ. മഹാഭാരത പർവ്വത നിരകൾ ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും നേപ്പാളിനെയും തമ്മിൽ വേർതിരിക്കുന്ന
പർവ്വത നിരയെ വിളിക്കുന്ന പേരാണ് മഹാഭാരത പർവ്വത നിരകൾ എന്ന് പറയുന്നത്. അടുത്ത രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയൊന്നുമില്ല. അവിടെ ഒരു റിസർവ് ഫോറസ്റ്റ് ആണുള്ളത്, സംരക്ഷിത കേന്ദ്രമാണുള്ളത്. അതിന്റെ പേരാണ് മനാസ് എന്ന് പറയുന്നത്. മനാസ് സംരക്ഷിത കേന്ദ്രം ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും ഭൂട്ടാനെയുമാണ്. ഇനി മ്യാൻമർ എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യയും മ്യാൻമറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകളെ വിളിക്കുന്ന പേരാണ് പട്കായി മലനിരകൾ. പട്കായി മലനിരകൾ ഇന്ത്യയെ ഏത് രാജ്യത്ത് നിന്ന് വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും മ്യാൻമറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകളെ വിളിക്കുന്ന പേരാണ് പട്കായി മലനിരകൾ. നമുക്കിനിയും ബംഗ്ലാദേശിലേക്ക് പോവാം. ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഇടനാഴിയാണ് തീൻബഗ കോറിഡോർ. ഇവിടുത്തെ ഇടനാഴിയുടെ പേരാണ് തീൻബഗ കോറിഡോർ. ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാക് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയും മാലദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും മാലദ്വീപിനെയും തമ്മിലാണ് വേർതിരിക്കുന്നത്. ഇനിയും ഈ അതിർത്തികളെ പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.